നിങ്ങൾ ഒരുപാട് ഓൺലൈനായും അല്ലാതെയും ബിസിനസ് ചെയ്ത് പണം നഷ്ടപ്പെട്ടവരാണോ? സാലറി ഒന്നിനും തികയാതെ ഒരു അഡീഷണൽ ഇൻകം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ? പക്ഷേ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഏത് ബിസിനസ് ചൂസ് ചെയ്യണം എന്ന കൺഫ്യൂഷനിലാണോ? എങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം മാസം 4 ലക്ഷം രൂപ വരെയും അതിൽ കൂടുതലും സമ്പാദിക്കാൻ പറ്റിയ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ മാർക്കറ്റിംഗ് വളരെ എളുപ്പത്തിൽ എങ്ങനെ സോഷ്യൽ മീഡിയ വഴി ചെയ്യാമെന്നും നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. കാരണം നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഒരു നല്ല ബിസിനസ് ഉണ്ടായാൽ പോലും അതിലേക്ക് പുതിയ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരിക എന്നത്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇത് വളരെ എളുപ്പമാണ്. കാരണം ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് തുടങ്ങിയ സോഷ്യൽ മീഡിയയിലൂടെ നമുക്കിത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. നമ്മൾ പോലും അറിയാത്ത ലക്ഷക്കണക്കിന് ആളുകളാണ് നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ബിസിനസ്സിൽ താല്പര്യമുള്ളത്. അവരിലേക്ക് നേരിട്ട് പരസ്യം ചെയ്താൽ നമ്മുടെ ബിസിനസ് കൂടില്ലേ? അപ്പോൾ അത് എങ്ങനെയാണെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഇനി നമുക്ക് ഈ ബിസിനസ്സിനെ ഒന്ന് പരിചയപ്പെട്ട് വരാം. അതിന് നമുക്കൊരു പ്ലാൻ കേൾക്കാം. അതിനുശേഷം നമുക്ക് എങ്ങനെ ഇത് സോഷ്യൽ മീഡിയ വഴി ഈസി ആയിട്ട് മാർക്കറ്റ് ചെയ്യാമെന്ന് നോക്കാം. കമ്മ്യൂണിറ്റി സോഷ്യൽ മാർക്കറ്റിംഗ്. എന്താണ് കമ്മ്യൂണിറ്റി സോഷ്യൽ മാർക്കറ്റിംഗ്? നമുക്കൊന്ന് പരിശോധിക്കാം. കമ്മ്യൂണിറ്റി സോഷ്യൽ മാർക്കറ്റിംഗ് ഇന്ത്യയിൽ, കേരളത്തിൽ പാലാരിവട്ടം, എറണാകുളം ജില്ലയിൽ പാലാരിവട്ടം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്, പ്രവർത്തനം ആരംഭിച്ച ഒരു കമ്പനിയാണ്. ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് മിസ്റ്റർ ബിജോയ് സബാസ്യ സാറാണ്. ഏകദേശം 20 വർഷത്തിലധികമായി വളരെ ശക്തമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ബിജോയ് സബാസ്യ സാർ. ഒപ്പം ഇതിൻ്റെ ഡയറക്ടറായിട്ട് മാത്യു സാറും ഇതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. കമ്പനിയുടെ ലീഗലായിട്ടുള്ള പേപ്പറുകളാണ് നമ്മളിവിടെ കാണുന്നത്. എല്ലാ തരത്തിലുള്ള ലീഗൽ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ കമ്പനി ഇന്ന് മുന്നോട്ട് പോകുന്നത്. എന്തിനാണ് വൈ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്? നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യേണ്ടത്? ഇന്ന് നമുക്ക് ലഭിക്കുന്ന ഇൻകം തികയുന്നില്ല. ഒരു അഡീഷണൽ ഇൻകം ആവശ്യമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. നല്ല കാറ് വേണം, നല്ല വീട് വേണം, അല്ലെങ്കിൽ യാത്രകൾ ചെയ്യണം, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി വേണം, ഫിനാൻഷ്യൽ ഫ്രീഡം വേണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ, കടബാധ്യതകളുണ്ട്, പ്രശ്നങ്ങളുണ്ടെന്ന് ഉണ്ടെങ്കിൽ അത് തീർക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ഇന്ന് ലോകത്ത് പല യൂണിവേഴ്സിറ്റികളും ഈ ഇൻഡസ്ട്രിയെക്കുറിച്ച് പഠിപ്പിക്കുന്നു. കേരളത്തിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റിക്ക് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നു. അടുത്തായിട്ട് എന്ത് പ്രൊഡക്റ്റുകളാണ് നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത്? CSM പ്രൊഡക്ട്സിൻ്റെ റേഞ്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ ഗ്രോസറി പ്രൊഡക്ട്സുകളുണ്ട്, വെൽനസ്, ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രൊഡക്ട്സുകളുണ്ട്, ക്ലോത്തിങ് ഉണ്ട്, കിച്ചൺ അഫെയറുകളുണ്ട്, ബയോമാഗ്നറ്റിക് പ്രൊഡക്ട്സ് ഉണ്ട്, ഗ്യാസ് സേഫ്റ്റി ഡിവൈസ് ഉണ്ട്, ഹോം കെയർ പ്രൊഡക്ട്സുകളുണ്ട്, ഇലക്ട്രിക് സ്കൂട്ടറുകളുണ്ട്. ഇങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും CSM കമ്പനി ഇന്ന് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് ചെയ്യുന്ന രീതി ഡയറക്ട് സെല്ലിംഗ് എന്ന രീതിയിലൂടെയാണെന്ന് മാത്രം. നമ്മുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും, അരികൾ, പയറുവർഗ്ഗങ്ങൾ, പഞ്ചസാര, ശർക്കര തുടങ്ങി എല്ലാ ഉൽപ്പന്നങ്ങളും, നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത യാതൊരു തരത്തിലുള്ള കെമിക്കലോ പ്രിസർവേറ്റീവ്സോ ചേർക്കാത്ത ഉൽപ്പന്നങ്ങളാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ്. നല്ലൊരു ഭക്ഷ്യ സംസ്കാരം, അതാണ് നമ്മുടെ ലക്ഷ്യം നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് വരുന്ന വ്യക്തികൾ എങ്ങനെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, എന്ത് ബെനിഫിറ്റാണ് നമുക്ക് കിട്ടുക? ആദ്യമായിട്ട് കടന്നു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള അവരുടെ പേര്, മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്കൊരു യൂസർ ID കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ കൺസ്യൂമർഷിപ്പാണ് കമ്പനി ഇവിടെ കൊടുക്കുന്നത്. 1 രൂപ പോലും നിങ്ങൾ അതിന് മുടക്കണ്ട. അങ്ങനെയെങ്കിൽ കേരളത്തിലും ഇന്ത്യയിലുമായിട്ട് 200-ലധികം ഫ്രാഞ്ചൈസിയിലേക്ക് കമ്പനി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് വെച്ചുകൊണ്ട് ഡിസ്കൗണ്ട് റേറ്റ് നമുക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം. അപ് ടു 40%, ആവറേജ് 20% ഡിസ്കൗണ്ട് നമുക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം. അതല്ല, ഇതൊരു സീരിയസ് ആയിട്ട് ബിസിനസ് ഏറ്റെടുത്തുകൊണ്ടൊരു നല്ലൊരു വരുമാനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക സ്വാതന്ത്ര്യം വേണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നമുക്ക് ഇതൊരു ബിസിനസ് ആയിട്ട് എടുത്ത് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 2 ടൈപ്പ് ആക്ടിവേഷനാണ് നമുക്കുള്ളത്. സ്റ്റാൻഡേർഡ് പ്ലാൻ 2500 ബിസിനസ് വോളിയം, പ്രിവിലേജ് പ്ലാൻ 7500 ബിസിനസ് വോളിയം. നമുക്ക് എന്താണ് ബിസിനസ് വോളിയം എന്ന് നമുക്കറിയാം. ഓരോ പ്രൊഡക്റ്റിനും നമുക്ക് ബിസിനസ് വോളിയം ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമുക്ക് ഒരു ബിസിനസ് വോളിയം മുതൽ 7500 ബിസിനസ് വോളിയം വരെ വരുന്ന പ്രൊഡക്റ്റുകളും കോംബോ പാക്കേജുകളും നമുക്കുണ്ട്. ഇതിൽ ഏതെങ്കിലും എടുത്തുകൊണ്ട് 2500 ബിസിനസ് വോളിയത്തിൽ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയെങ്കിൽ നമുക്ക് അതിലേക്കൊന്ന് പരിശോധിക്കാം എങ്ങനെയാണെന്നുള്ളത്. അതിനു മുന്നേ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ചില ഉൽപ്പന്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ ഈ കാര്യം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ജീവിതശൈലി രോഗങ്ങളിൽ ജീവിതം തകർന്ന കേരളം. കുറച്ച് നാൾക്ക് മുമ്പ് കേരളത്തിലൊരു പ്രമുഖ പത്രത്തിൽ വന്ന റിപ്പോർട്ടാണത്. നമുക്കിന്ന് വരുന്ന അസുഖങ്ങൾ നമുക്കറിയാം. കൊറോണ കാലഘട്ടത്തിൽ നമ്മുടെ കൊച്ചു സംസ്ഥാനത്ത് എത്ര പേരാണ് മരണപ്പെട്ടതെന്നറിയാം. നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവാണെന്നാണ് പറയുന്നത്. അതിന് കാരണം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങളാണ്. നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഞാൻ പറഞ്ഞു അതിൽ നിന്ന് വിഭിന്നമാണ്. എങ്കിൽ രോഗം വരാതെ നോക്കാൻ പറ്റുന്ന കുറച്ച് ഉൽപ്പന്നങ്ങൾ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നതിനും അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനും നമുക്കറിയാലോ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അങ്ങനെ പറ്റുന്ന കുറച്ച് ഉൽപ്പന്നങ്ങൾ. അതിനകത്ത് നമ്മുടെ ഏറ്റവും നല്ല പ്രൊഡക്റ്റാണ് കുർക്കുമ എലിക്സർ.
മഞ്ഞളിൻ്റെ എക്സ്ട്രാക്റ്റാണിത്. നമ്മളെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും ക്യാൻസറിനെ അകറ്റി നിർത്താനൊക്കെ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഉൽപ്പന്നമായി കുർക്കുമ നമ്മൾ ജോയിന്റ് ഫ്ലെക്സ്. സന്ധിവേദനകളിൽ നിന്ന് നമുക്ക് റിലീഫ് കിട്ടാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഉൽപ്പന്നമാണ് ഇതുകൂടാതെ അതിനൊക്കെ പലതരത്തിലുള്ള BV-കളുണ്ട്. നമ്മുടെ ഒരു കുറുക്കുമ എടുത്താൽ തന്നെ 2500 ബിസിനസ് വോളിയായി. നോനിയാണെങ്കിൽ 320ഓളം ബിസിനസ് വോളിയായി. ഇതുകൂടാതെ കോംബോ പാക്കേജ് മഹാരാജ കിറ്റ് ഏകദേശം 3990 വരുന്ന 10-25 ഉൽപ്പന്നങ്ങൾ വരുന്ന 2500 BV-യുടെ ഉൽപ്പന്നങ്ങൾ, അല്ലെങ്കിൽ ബയോ മാട്രസ് ബെഡ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഗ്യാസ് സേഫ്റ്റി ഡിവൈസ്, ഇന്ന് നമ്മുടെ ഏതൊരു വീട്ടിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഉൽപ്പന്നമാണ് ഗ്യാസ് സേഫ്റ്റി ഡിവൈസ്. ഈ ഉൽപ്പന്നം നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അനവധി ഉൽപ്പന്നങ്ങൾ, ഇപ്പോൾ മീനുമിക്സിൻ്റെ ഉൽപ്പന്നങ്ങൾ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അനവധി ഉൽപ്പന്നങ്ങൾ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ എടുത്തുകൊണ്ട് 2500 BV എടുത്തുകൊണ്ട് നമ്മുടെ ID നമുക്ക് ആക്ടിവേഷൻ ആക്കാം. എങ്കിൽ നമുക്ക് എന്താണ് ബെനിഫിറ്റ്? 8 തരത്തിലുള്ള ബെനിഫിറ്റാണ് കമ്പനി നമുക്ക് ഓഫർ ചെയ്യുന്നത്. ഈ ബിസിനസ്സിലൂടെ 8 തരത്തിലുള്ള ബെനിഫിറ്റ്. അതിൽ ഒന്നാമത്തെ ബെനിഫിറ്റാണ് റീറ്റെയിൽ പ്രോഫിറ്റ്. നമുക്കൊരു പ്രോഡക്റ്റ് DPക്ക് മേടിച്ച് MRPക്ക് കൊടുക്കാം. ആ മാർജിൻ നമുക്ക് പ്രോഫിറ്റായിട്ട് കമ്മീഷനായിട്ട് എടുക്കാവുന്നതാണ്. അതാണ് കമ്പനി കൊടുക്കുന്ന ഫസ്റ്റ് ബെനിഫിറ്റ്, റീറ്റെയിൽ പ്രോഫിറ്റ്. രണ്ടാമതാണ് മാച്ചിങ് ബോണസ്. നമ്മുടെ ടീമിൽ വരുന്ന ബിസിനസ്സിനെ മാച്ച് ചെയ്തുകൊണ്ട്, ബിസിനസ് വോളിയം മാച്ച് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന ബിസിനസ്സാണ് വരുമാനമാണ് മാച്ചിങ് ബോണസ്. അത് ദിവസമാണ് കൊടുക്കുന്നത്. നമുക്ക് 2 ചാനലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനുള്ളത് തുടക്കത്തിൽ, ചാനൽ എയും ബിയും. ചാനൽ എയിൽ 2500 ബിസിനസ് വോളിയം, ചാനൽ ബിയിൽ 2500 ബിസിനസ് വോളിയം വരുമ്പോൾ ഫസ്റ്റ് ടൈം നമുക്ക് തരുന്നത് 500 രൂപയാണ്. പക്ഷേ ഫസ്റ്റ് ടൈം മാത്രം ഒരു ചെറിയ കണ്ടീഷൻ കമ്പനിയോട് പറയുന്നത് 2:1 അല്ലെങ്കിൽ 1:1 റേഷ്യോയിലാണ് ഫസ്റ്റ് പേ ഔട്ട് റിലീസ് ചെയ്യാം. ഇനി രണ്ടാമത് നമുക്ക് 2500 ബിസിനസ് വോളിയം മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ചാനൽ ആയാലും മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു കണ്ടീഷൻ ഇല്ല, നമുക്ക് 500 കമ്മീഷൻ കിട്ടും. ഇനി 12,500 ബിസിനസ് വോളിയം ചാനൽ ആയാലും 12,500 ബിസിനസ് വോളിയം ചാനൽ ബിയിലും വന്നാൽ 5 പോയിന്റ് മാച്ച് ചെയ്തു 2,500 കിട്ടും. ഒരു ദിവസം നമുക്ക് സ്റ്റാൻഡേർഡ് പ്ലാനിൽ കിട്ടുക മാക്സിമം 25,000 ബിസിനസ് വോളിയം മാച്ച് ചെയ്തുകൊണ്ട് 5,000 രൂപയാണ് തരുന്നത്. 2 സൈഡ് ഒരുപോലെ പോകണമെന്നില്ല. കൂടുതലായിട്ട് വരുന്ന സൈഡിലെ ബിസിനസ് വോളിയം ക്യാരി ഫോർവേഡ് ചെയ്യുന്നതാണ്. അത് അനന്തമായിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുന്നതാണ്. ഇനി നമ്മുടെ ID 7,500-ലാണെങ്കിൽ 2,500 വന്ന് നമ്മൾ കുറച്ച് ഉൽപ്പന്നം മേടിച്ച് പതുക്കെ ആയാൽ മതി. 7,500 ബിസിനസ്സുകൾ വന്നു കഴിഞ്ഞാൽ അയക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രിവിലേജ് കാർഡ് കിട്ടും. ഈ നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യാത്ത ഉൽപ്പന്നങ്ങൾ പുറത്ത് നമുക്ക് വളരെയധികം ഡിസ്കൗണ്ട് മേടിക്കാം. പെട്രോൾ കാർഡ് മാതിരി നമുക്ക് യൂസ് ചെയ്യാം. കൂടാതെ അവിടെ നമുക്ക് മാച്ച് ചെയ്യുമ്പോൾ 1,500 രൂപയാണ് കമ്മീഷൻ കിട്ടുക. അപ്പോൾ ഒരു ദിവസം 15,000 വരെ കമ്മീഷൻ ലഭിക്കുന്നു. അപ്പോൾ ഈ മാച്ചിങ് ബോണസിൽ ഒരു ദിവസം മിനിമം 500 രൂപ മുതൽ മാക്സിമം 15,000 രൂപ വരെ, ഒരു മാസം 4 ലക്ഷം രൂപ വരെ ലഭിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് കമ്പനി നമുക്ക് ഇതിലൂടെ തരുന്നത്. ഒരു ഐഡിയയിലൂടെ നമുക്ക് ലഭിക്കുന്നു. മൂന്നാമത് കമ്പനി കൊടുക്കുന്ന ബെനിഫിറ്റാണ് റീപർച്ചേസ് മാച്ചിങ് ബോണസ്. നമ്മുടെ ID 7,500 ബിസിനസ് വോളിയം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് പലവ്യഞ്ജനങ്ങൾ മേടിക്കുമ്പോൾ, അരി മേടിക്കുമ്പോൾ, ക്ലീനിങ് ഐറ്റംസ് മേടിക്കുമ്പോൾ അതെല്ലാം നമുക്ക് അതിൻ്റെ BV കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബൈനറിൽ തന്നെയാണ്, റീപർച്ചേസ് ബൈനറിലാണ്. അത് ആഴ്ചയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ചാനൽ എയിൽ ഒരു 20,000 ബിസിനസ് വോളിയം, ചാനൽ ബിയിൽ ഒരു 20,000 ബിസിനസ് വോളിയം വന്നാൽ അതിൻ്റെ 12% 2,400 രൂപ നമുക്ക് തരും. ബിസിനസ് ഡെവലപ്പ് ചെയ്ത് 6 മാസം 1 വർഷം കഴിയുമ്പോൾ ലക്ഷങ്ങൾ നമ്മുടെ ബിസിനസ് വോളിയായിട്ട് കയറി വരും, കുമുലേറ്റ് ചെയ്ത് വരും. അപ്പോൾ 1 ലക്ഷം ബിസിനസ് വോളിയം ചാനലായാലും 1 ലക്ഷം ബിസിനസ് വോളിയം ചാനൽ ബിയിൽ വന്നതിൻ്റെ 12% 12,000 രൂപ നമുക്ക് തരും. അങ്ങനെ ഒരു ആഴ്ചയിൽ കമ്പനി മാക്സിമം കൊടുക്കുക 1,05,000 രൂപ വരെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മാസം 4,20,000 രൂപ വരെ ലഭിക്കാൻ പറ്റുന്ന ഒരു വലിയ അവസരം. അതാണ് നമുക്ക് മൂന്നാമത് വരുന്ന റീപർച്ചേസ് മാച്ചിങ് ബോണസ്. നാലാമത് നമ്മുടെ വരുമാനം മന്ത്ലി ട്രാവൽ ഫണ്ടാണ്. അഞ്ചാമത് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ റീപർച്ചേസിൻ്റെ ഒരു 6% മാറ്റിവെച്ച് കമ്പനി അത് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു ചാനലും കൂടി ആരംഭിക്കണം. മൂന്നാമത് C ചാനലും കൂടി സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയെങ്കിൽ മാസം 50,000 രൂപ വരെ നമുക്ക് ട്രാവൽ ഫണ്ട് കിട്ടും. അടുത്തൊരു വരുമാനമാണ് കാർ ഫണ്ട്. ഈ 3 ചാനൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു മാസം 1.5 ലക്ഷം രൂപ വരെ കാർ ഫണ്ട് ലഭിക്കാനുള്ള ഒരു അവസരം കമ്പനി നമുക്ക് തരുന്നു. അടുത്തൊരു വരുമാനമാണ് ഹൗസ് ഫണ്ട്. നമുക്ക് ഒരു മാസം 5 ലക്ഷം രൂപ വരെ കാർ ഫണ്ട് ലഭിക്കാൻ പറ്റുന്ന ഒരവസരം ഇവിടെ കമ്പനി തരുന്നു. അടുത്താണ് ക്ലബ്ബ് റോയൽറ്റി ബോണസ്. അവസാനത്തെ 3 റാങ്കുകൾ, ബ്ലൂ ഡയമണ്ട്, ബ്ലാക്ക് ഡയമണ്ട്, ക്രൗൺ ഡയമണ്ട് റാങ്കുകൾ, അംബാസിഡർ റാങ്കുകളിൽ 1% നമുക്ക് റോയൽറ്റി നമുക്ക് കമ്പനി തരുന്നുണ്ട്. ഇതുകൂടാതെ അടുത്തൊരു ബെനിഫിറ്റാണ് റാങ്ക്സ് ആൻഡ് റിവാർഡ്സ്. നമ്മളൊരു 10,000 രൂപ ഏൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്ട്രാ ഒരു 1,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ കമ്പനി തരും. നമ്മുടെ CSM ഷോറൂമിൽ പോയിട്ട് നമുക്ക് 1,000 രൂപയുടെ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാം. ഒരു അഡീഷണൽ 25,000 രൂപ ഏൺ ചെയ്യുമ്പോൾ സിൽവർ റാങ്ക് എത്തുമ്പോൾ 2,500 രൂപ ക്യാഷ് വൗച്ചർ തരും. നമുക്ക് ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം. മൂന്നാമത്തെ റാങ്ക് മുതൽ കമ്പനി ക്യാഷാണ് കൊടുക്കുന്നത്. ഗോൾഡ് റാങ്ക് വന്നു കഴിഞ്ഞാൽ 5,000 രൂപയാണ് ക്യാഷ് റിവാർഡായിട്ട് കമ്പനി കൊടുക്കുന്നത്. നാലാമത്തെ പ്ലാറ്റിനം റാങ്കിൽ 10,000 രൂപ അല്ലെങ്കിൽ തുല്യമായൊരു ട്രിപ്പ്. അവിടെയാണ് നമ്മുടെ പ്രത്യേകത. ഒരു ട്രിപ്പ് നമുക്ക് തരും. അതല്ലെങ്കിൽ ബാക്കി ഫണ്ട് നമുക്ക് അതിനകത്ത് തരും.
6ാമത്തെ റാങ്ക് എത്തുമ്പോൾ അടുത്ത സഫയർ റാങ്ക് വരുമ്പോൾ 25,000 രൂപയാണ് കമ്പനി ക്യാഷ് റിവാർഡ് തരിക. അവിടെ ചിലപ്പോൾ നല്ലൊരു മൊബൈലായിരിക്കും തരിക, ബാക്കി ഫണ്ടായിട്ട് തരും. അങ്ങനെ നമുക്ക് ഓരോ റാങ്ക് അച്ചീവ് ചെയ്യുമ്പോഴും ക്യാഷിന് അതിന് തുല്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ തന്നുകൊണ്ട് കമ്പനി ഓരോ റാങ്കും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നു, അവാർഡും റിവാർഡുകളായിട്ട്. അവസാനത്തെ റാങ്ക് ആയി കഴിഞ്ഞിട്ടുള്ള ക്രൗൺ അംബാസഡർ വരുമ്പോൾ 2.5 കോടി രൂപയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു പ്രീമിയം വെഹിക്കിളും ബാലൻസ് ഉണ്ടെങ്കിൽ അത് ക്യാഷായിട്ട് കമ്പനി തരും. ഇതാണ് കമ്പനി റാങ്ക്സ് ആൻഡ് അവാർഡ്സിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയാൻ, അല്ലെങ്കിൽ ബെനിഫിറ്റ് അല്ല, ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റ് നോമിനേഷൻ ഫെസിലിറ്റി. ഈ ബിസിനസ് ചെയ്യുന്ന വ്യക്തിക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ അവർ നോമിനി ആരാണോ, വൈഫാണോ, ഹസ്ബൻഡാണോ, അവരിലേക്ക് ഈ ബിസിനസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അടുത്ത തലമുറയിലേക്ക്, അങ്ങനെ തലമുറ കൈമാറി പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ ഞാൻ കമ്പനിയെക്കുറിച്ച് പറഞ്ഞു, CSM, നല്ലൊരു മാനേജ്മെൻറ്റ്. രണ്ടാമത് നമുക്ക് പറയാൻ പറ്റുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും, നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നു. മൂന്നാമത് 8 തരത്തിലുള്ള വരുമാനം കമ്പനി ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബിസിനസ്സിനെ പറ്റി പരിചയപ്പെട്ടു. ഇനി നമുക്ക് എങ്ങനെ ഇത് സോഷ്യൽ മീഡിയ വഴി ഈസിയായി മാർക്കറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഫേസ്ബുക്കിലൊരു പേജാണ്. ഇത് വളരെ സിമ്പിളാണ്. നമ്മുടെ പ്രൊഫൈലിൽ പോയതിന് ശേഷം ക്രിയേറ്റ് എ ന്യൂ പേജ് കൊടുത്തു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നമുക്കൊരു പേജ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇൻസ്റ്റഗ്രാമിൽ നമ്മളൊരു ബിസിനസ് പേജ് ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ ഈ 2 പേജിലൂടെ നമ്മൾ നമ്മുടെ ഈ ഒരു ബിസിനസ്സിനെ പറ്റിയുള്ള ചെറിയ പോസ്റ്റേഴ്സും റീൽസും ഒക്കെ തയ്യാറാക്കി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന, നമ്മൾ ഈ ക്യാഷ് ഏൺ ചെയ്യണം, അല്ലെങ്കിൽ നല്ലൊരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യണം, അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് ഇത് ഗ്രാജുവലി എത്തിക്കുകയും അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എങ്ങനെ ഈ ചെറിയ പോസ്റ്റേഴ്സും അതുപോലെ റീൽസും ഒക്കെ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഞാൻ ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ചാനൽ റെഫർ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കാണാം. ഞാൻ ഈ ഐ ബട്ടണിലൂടെ അതിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിരിക്കാം. അതുമാത്രമല്ല, എങ്ങനെ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാം, അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം ബിസിനസ് പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെയുള്ള വീഡിയോ ഒക്കെ ഞാൻ ഈ ചാനലിൽ ഇനി ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ റീൽസും പോസ്റ്റേഴ്സും ഒക്കെ നമ്മുടെ ബിസിനസ്സിനെ പറ്റി ചെയ്ത് നമ്മുടെ പേജിലിട്ട ശേഷം അതിനൊരു ഓർഗാനിക്കായിട്ടൊന്ന് റീച്ച് ചെയ്യാനുള്ള ടൈം കൊടുക്കുക. അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിൻ്റെ പെയ്ഡ് പ്രൊമോഷൻ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്താൻ കഴിയുന്നതാണ്. അപ്പോൾ നല്ല എൻക്വയറീസ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നുള്ള ചെറിയ വീഡിയോസ് ഞാൻ ഈ ഒരു ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുമാത്രമല്ല, ഇങ്ങനെയുള്ള സർവീസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു കോൺടാക്ട് നമ്പർ ഇതിൻ്റെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ പെയ്ഡ് ആയിട്ടുള്ള പ്രൊമോഷനൊക്കെ നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റും ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് നല്ലൊരു വീഡിയോയുമായി അടുത്ത തവണ കാണാം.